ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, glass wash basin, mirror, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിനിടെ +1 വിദ്യാർത്ഥിക്ക് നേരെ റാഗിങ്ങും മർദ്ദനവും. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിന് മുൻപിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്ക്. 4ാം ക്ലാസ് വിദ്യാർത്ഥി അശ്വിനാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിനിടെ +1 വിദ്യാർത്ഥിക്ക് നേരെ റാഗിങ്ങും മർദ്ദനവും. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി അഞ്ചൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ +2 വിദ്യാർത്ഥികൾ കാട്ടിയ അക്രമത്തിന് പിന്നാലെ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിനിടെ +1 വിദ്യാർത്ഥി ആദർശിനെ ഒരു കൂട്ടം +2 വിദ്യാർത്ഥികൾ റാഗ് ചെയ്യാൻ ശ്രമിച്ചു. റാഗിങ്ങിനെ എതിർത്ത് ആദർശിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ സമയം സംഭവം കണ്ടുകൊണ്ടുനിന്ന അധ്യാപകർ ഇവരെ പിടിച്ചുമാറ്റുകയോ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ലെന്നും ആക്ഷേപമുണ്ട്. ക്രൂരമർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് മാതാവ് ബിന്ദു പറഞ്ഞു. അവരെ 10-20 പേര് കയറി അടിച്ച്, എന്നിട്ട് അടി നടന്ന സമയത്തും സ്കൂളിലെ ടീച്ചർമാരാരും പുറത്തിറങ്ങിയോ നോക്കിയോ ചെയ്തില്ല. അവിടെ നിന്ന് ആൾക്കാർ പിടിച്ചു ഒരു കൊച്ചു കണ്ടുകൊണ്ടിരുന്ന ആ കൊച്ചാണ് ചെന്ന് സ്കൂളിൽ പറഞ്ഞപ്പോൾ ഒരു ടീച്ചർ മാത്രം വന്ന് നോക്കിയിട്ട് പോയി. അതിനകത്ത് പ്രിൻസിപ്പാളോ ആരും ഒന്നും ഇതിനകത്ത് ഒന്നും ചോദിക്കാനോ പറയാനോ വന്നിട്ടില്ല. ഇതുവരെയും ആരും ഒന്നും അന്വേഷിച്ചിട്ടുമില്ല. അവന് അച്ഛനില്ല, അവന് തലയ്ക്ക് സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു. അവൻ എല്ലാവരുടെ കൂടി എടുത്തിട്ട് അടിച്ചു. എന്നാൽ സംഭവത്തെക്കുറിച്ച് ആദർശ് സ്കൂളിൽ പരാതിപ്പെട്ടിട്ടില്ലെന്നും സംഭവം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. ആദർശ് എന്നുള്ള ഒരു കുട്ടി നമ്മുടെ അടുത്ത് ഒരു കാര്യം ഒന്നും പറഞ്ഞതുമില്ല. ഞങ്ങൾ വെളിയിൽ പോയപ്പം പേര് ചോദിച്ചു. ആ ആദർശ് എന്നുള്ള ഒരു പേര് തന്നെയാണ് പിന്നെയാണ് അറിയുന്നത് ആദർശാണ് എന്നുള്ളത്. അല്ലാതെ ആ കുട്ടി നമ്മുടെ അടുത്തൊന്നും പരാതിപ്പെട്ടിട്ടുമില്ല. പരാതി കിട്ടുന്നതിനനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. അപ്പം നമ്മൾ അതിനകത്ത് ഇപ്പം നമ്മളുടെ കുഞ്ഞുങ്ങൾ പേര് ചോദിച്ചു, അതിന്റെ പേരിൽ ചീത്ത വിളിച്ചു എന്നുള്ള ഒരു സംഭവം മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പം അതിന്റെ പേരിൽ പ്രശ്നക്കാരായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് നടപടി സ്വീകരിക്കാൻ തന്നെയാണ് റെഡി ആയിട്ടുള്ളത്. മുതിർന്ന കുട്ടികൾ ചെറിയ കുട്ടികളോട് കാണിക്കുന്ന അക്രമം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇതിന് ഒരു അവസാനമുണ്ടായില്ലെങ്കിൽ വരും നാളുകളിൽ കൂടുതൽ വേദനാജനകമാകുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാത 1 വർഷത്തിനകം പൂർത്തിയാകുമെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. 2017 ജനുവരി 1 പാതപണികൾ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യുമെന്നും റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വെങ്കടസ്വാമി അറിയിച്ചു. 2017 ജനുവരി 1 പാതയിൽ പണികൾ പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വെങ്കടസ്വാമി പറഞ്ഞു. ഗേജുമാറ്റ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. 5 செக்ஷன்கள் இருக்கின்றன. இந்த 5 செக்ஷனில் 2 செக்ஷன்கள் முடிந்துவிட்டது. செங்கோட்டை டு பகவதிபுரம் அண்ட் புனலூர்லேருந்து இடமன் வரைக்கும். மீதி இருக்கிறது 3 செக்ஷன்ஸ் தான் பேலன்ஸ் இருக்குது. அந்த 3 செக்ஷனில் அதில் இருக்கின்ற எல்லா மேஜர் பிரிட்ஜும் கான்ட்ராக்ட் அவார்ட் பண்ணியாச்சு. அதில் 5 டனல் இருக்குது. 5 டனலில் 3 டனல் வேலை முடிஞ்சிருச்சு. 2 டனல் ஒர்க் நடந்துட்டுருக்கு. இதை தவிர 12 டிகிரியிலிருந்து 10 டிகிரி ஆக்குறதுனால ஒரு புது டனலும் ஒரு புது பிரிட்ஜும் கட்ட வேண்டியிருக்கு. அதுக்கு டெண்டர் கால் பண்ணியிருக்கோம். அந்த டெண்டர் இந்த மாதம் 30 அப்போ ஓப்பன் பண்ணுவோம். அதுக்கப்புறம் இந்த டெண்டர் ஃபைனலைஸ் பண்ணுறதுக்கு ஒரு 1 மந்த் ஆகும். அதுக்கப்புறம் அந்த வேலை முடிக்கிறதுக்கு அதுக்கப்புறம் ஒரு 1 இயர் ஆகும். ஸோ ஆக மொத்தம் ஒரு 1 இயர் 1 மந்தில் இந்த ஒர்க்கை கம்ப்ளீட் பண்ணுறதுக்கு முடியும். ചൊവ്വാഴ്ച 2 മണിക്ക് തെന്മല റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഗസ്റ്റ് ഹൌസിലാണ് MPയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം വിളിച്ചു ചേർത്തത്. റെയിൽവേ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. പാതയുടെ നിർമ്മാണത്തിന് ഫണ്ടിന്റെ അപര്യാപ്തതയാണ് നേരത്തെ തടസ്സമായിരുന്നതെങ്കിലും ഇപ്പോൾ ധാരാളം ഫണ്ട് അനുവദിച്ച സാഹചര്യത്തിൽ പണികൾ ദ്രുതഗതിയിലാക്കുമെന്ന് MP യോഗത്തിൽ ആമുഖമായി പറഞ്ഞു. ഒപ്പം ഗേജുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ റെയിൽവേ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അണ്ടർ പാസേജ്, കലുങ്കു നിർമ്മാണം, കുടിയൊഴിപ്പിക്കൽ, ട്രെയിൻ യാത്രക്കാരുടെ സൗകര്യങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചു. എല്ലാം അനുഭാവപൂർവ്വം പരിഹരിക്കുമെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പു നൽകി. എന്നാൽ തെന്മല MSLൽ പുതുതായി നിർമ്മിക്കുന്ന തുരങ്കത്തിന്റെ നിർമ്മാണത്തിനാണ് 1 വർഷം വേണ്ടിവരുന്നതെന്നും ഈ കാലയളവിൽ മറ്റു പണികൾ മുഴുവൻ തീർക്കാനാകുമെന്നും യോഗത്തിൽ CAO വെങ്കടസ്വാമി പറഞ്ഞു. കൂടാതെ താൻ നിരന്തരം പാത സന്ദർശിക്കുന്നത് പണികൾ വേഗത്തിനാക്കാനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 3 മണിയോടെ യോഗം പിരിഞ്ഞു. യോഗത്തിൽ MBയെയും COയെയും കൂടാതെ റെയിൽവേ ചീഫ് എഞ്ചിനീയർ രാജേന്ദ്രബാബു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനന്തരാമൻ, ജനപ്രതിനിധികളായ K ശശിധരൻ, മാമ്പഴത്ര സലീം, BS മണി, പൊതുപ്രവർത്തകരായ M നാസർ ഖാൻ, തോമസ് മൈക്കിൾ, B വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ ആശാവഹമായ പുരോഗതിയാണ് നിർമ്മാണ പ്രവൃത്തിയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. 5 റീച്ചുകളുള്ള പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള നിർമ്മാണ പ്രവൃത്തിയിൽ ഏതാണ്ട് 2 റീച്ചുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അവശേഷിക്കുന്ന 3 റീച്ചുകളുടെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇനി പൂർത്തീകരിക്കേണ്ടത്. ആ പൂർത്തീകരണ പ്രക്രിയയിൽ കാലതാമസം നേരിടുന്നത് പ്രധാനമായും 5 ടണലുകളാണ്. നേരത്തെ ഉള്ള പ്രോജക്ട് റിപ്പോർട്ട് അനുസരിച്ച്, എസ്റ്റിമേറ്റ് അനുസരിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് 5 ടണലുകളാണ്. ആ 5 ടണലുകളിൽ 2 ടണലുകളുടെ നിർമ്മാണം ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. തുരങ്കങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ നീളം കൂടിയ ടണലായിട്ടുള്ള ഫസ്റ്റ് ടണൽ T1 ടണൽ, ആര്യങ്കാവ് ടണലും അതുപോലെ തന്നെ T5 ടണലും 1ാമത്തെയും 5ാമത്തെയും ടണലിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആശാവഹമായ നിലയിൽ പുരോഗമിക്കുകയും ചെയ്യും. എന്നാൽ ഇതേ സമയം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ പ്രോജക്ട് റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായി നിലവിലുള്ള സേഫ്റ്റി അതോറിറ്റിയുടെ, റെയിൽവേയിൽ തന്നെയുള്ള സേഫ്റ്റി വിഭാഗത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് റെയിൽവേ ലൈനിൻ്റെ 12 ഡിഗ്രിയിലുള്ള കർവ്, വളവ് ഒഴിവാക്കുന്നതിന് വേണ്ടി
10 ഡിഗ്രിയായി മിനിമൈസ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായി ഒരു തുരങ്കവും അതിൻ്റെ ഭാഗമായി ഒരു പാലവും കൂടി പുതുതായി നിർമ്മിക്കേണ്ട സ്ഥിതി വന്നു. അപ്പം നിലവിലുള്ള 5 തുരങ്കങ്ങൾ കൂടാതെ അഡീഷണലായി 6ാമതൊരു തുരങ്കം കൂടി ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ പാലവും നിർമ്മിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതിനാണ് ഇനി കാലതാമസം നേരിടുന്നത്. ആ 2 പ്രവൃത്തികളുടെയും നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. ജൂലൈ 30 ടെൻഡറിൻ്റെ ലാസ്റ്റ് ഡേറ്റാണ്. ആ 2 ടെൻഡർ കൂടി അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ സകല ടെൻഡറിംഗ് പ്രോസസ്സും പൂർത്തീകരിക്കപ്പെടും. പിന്നീട് നിർമ്മാണം ത്വരിതപ്പെടുത്തി പൂർത്തീകരിക്കുക എന്ന ഏക ജോലി മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ റീച്ചിൽ വരുന്ന 21 പാലങ്ങളുടെയും നിർമ്മാണ പ്രവൃത്തി, അതിൻ്റെ ജാക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ നിർമ്മാണ പ്രവൃത്തികളും അവാർഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും എല്ലാ സ്റ്റേഷനുകളുടെയും നിർമ്മാണ പ്രവൃത്തി ആശാവഹമായ നിലയിൽ പുരോഗമിക്കുന്നു. അതൊക്കെ തന്നെ സമയബന്ധിതമായി തീർക്കാൻ കഴിയും. അതുപോലെ റെയിൽവേ ലൈൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ പാളങ്ങളും, അതുപോലെ പാളങ്ങളെ ബലപ്പെടുത്തി സംരക്ഷിക്കുന്ന സ്ലീപ്പറുകളും ഇതിനകം തന്നെ അൺലോഡ് ചെയ്ത് കഴിഞ്ഞു, പ്രദേശങ്ങളിൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ വളരെ സമയബന്ധിതമായിട്ടാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നത്. പത്തനാപുരം ചിൽഡ്രൻസ് പാർക്കിൽ സാമൂഹ്യ വിരുദ്ധർ ശല്യമുണ്ടാക്കുന്നു. കുട്ടികൾക്കുള്ള ഇരിപ്പിടങ്ങളും കളിക്കുന്നതിനുള്ള ഉപകരണങ്ങളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. രാജഭരണകാലത്ത് നിർമ്മിച്ച പാർക്കിൽ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, ഇരിപ്പിടങ്ങൾ, TV കിയോസ്ക് തുടങ്ങിയവ ഉണ്ടായിരുന്നത് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിലാണ്. പാർക്കിനുള്ളിൽ കാട് മൂടി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ്. വൈകുന്നേരമായാൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ്. മദ്യപാനവും മറ്റു അനാശാസ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. മലമൂത്ര വിസർജനവും ഇവിടെ തന്നെയാണ് ചിലർ നടത്തുന്നത്. ബാർ നിർത്തിയതിനു ശേഷം ഒരു മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലവും, അതുപോലെ പത്തനാപുരം പഞ്ചായത്തിന്റെ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു സ്ഥലവുമായിട്ട് ഈ നടുക്കുന്നിലെ നെഹ്റു പാർക്ക് മാറിയിരിക്കുകയാണ്. 2005 ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചിലവഴിച്ച് പുതിയ ലൈബ്രറി കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിനുള്ളിലെ ഫർണിച്ചറുകളിലും ഇലക്ട്രിക് ഉപകരണങ്ങളും സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച നിലയിലാണ്. കതകുകളുടെ പൂട്ടുകളും ജനൽ കണ്ണാടികളും തകർത്തിട്ടുണ്ട്. കേരളം രൂപീകൃതമായതിന് ശേഷം ആദ്യമായിട്ട് പത്തനാപുരം പഞ്ചായത്തിന് നൽകിയാണ് ഈ നെഹ്റു പാർക്ക്. അതേപോലെ ഇവിടുത്തെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും നേരത്തെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ വിനോദസഞ്ചാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ TV ഉണ്ടായിരുന്നു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഈ കെട്ടിടം, അതിൻ്റെ കസേരകളില്ല, ഇലക്ട്രിക് സാധനങ്ങളില്ല, വാതിലുകളില്ല, ജനലുകളില്ല, ഇതൊന്നുമില്ല. ഇതൊക്കെ ഇത്രയും ലക്ഷം രൂപ മുടക്കി ഇവിടെ പണിതിട്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത രീതിയിൽ നശിച്ചു പോയിരിക്കുകയാണ്. അവധി സമയങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും സമയം ചെലവഴിക്കുന്നതിൽ ഏറെ പ്രയോജനകരമായിരുന്ന ചിൽഡ്രൻസ് പാർക്ക് നാശം നേരിടുമ്പോൾ ഇതൊന്നും കാണാതെ പോവുകയാണ് രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും. നെഹ്റു പാർക്കിനോട് ചേർന്ന് മുസ്ലിം ദേവാലയവും താലൂക്ക് ഓഫീസും റെസ്റ്റ് ഹൌസും സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം തടയാൻ പത്തനാപുരം പോലീസും യാതൊരു നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവും നിലവിലുണ്ട്. പാർക്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് പാർക്ക് തുറന്നുകൊടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ
9447255870. ഭാരത് കണ്ണാശുപത്രി കൃഷ്ണൻ കോവിലിന് എതിർവശം പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്, കേരള
Fashion Jewelry, Hospital Junction, Main Road, Patanapuram. Phone 0475235545. അഞ്ചൽ കേന്ദ്രമാക്കി സമാന്തര സർവീസുകൾ പെരുകുന്നു. മിനിറ്റുകൾ ഇടവിട്ട് സമാന്തര സർവീസ് നടത്തി സമാന്തരക്കാർ മത്സര ഓട്ടം നടത്തുകയാണ്. അഞ്ചൽ കേന്ദ്രമാക്കി സമാന്തര സർവീസുകൾ പെരുകുന്നു. മിനിറ്റുകൾ ഇടവിട്ടാണ് സമാന്തര സർവീസുകൾ മത്സരിക്കുന്നത്. KSRTC ബസ്സുകളുടെയും സ്വകാര്യ ബസ്സുകളുടെയും തലങ്ങും വിലങ്ങും മത്സരിച്ചാണ് സമാന്തര സർവീസുകൾ അരങ്ങുവാഴുന്നത്. സമാന്തര സർവീസുകൾ സുഗമമായി നടത്തുന്നതിന് അഞ്ചൽ പോലീസ് വേദി ഒരുക്കുന്നതായും ആക്ഷേപമുയരുന്നുണ്ട്. ഔദ്യോഗിക വാഹനത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അഞ്ചൽ പോലീസ് സമാന്തര സർവീസുകളെയാണ് ആശ്രയിക്കുന്നത്. ഇവരുടെ രഹസ്യബാന്ധവും മൂലം ഏറെ വലയുന്നത് സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമസ്ഥരുമാണ്. ഒരു തരത്തിൽ ഗുണ്ടകളെ പോലെയാണ് സമാന്തര സർവീസുകൾ അഞ്ചലിൽ വിലസുന്നത്. വാർത്ത ചിത്രീകരിക്കുന്നവരെ കയ്യേറ്റം ചെയ്യുന്ന ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. സമാന്തര സർവീസ് നടത്തുന്ന വാഹനങ്ങളെയും അനധികൃതമായി കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അഡീഷണൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PK അബ്ദുൽ സലാം അറിയിച്ചു. അഞ്ചലിൽ സമാന്തര സർവീസ് നടത്തുകയായിരുന്ന വാഹനം AMVI കസ്റ്റഡിയിലെടുത്തു. ഓട്ടോറിക്ഷയിൽ കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും അഡീഷണൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തടിക്കാട് പുളിമുക്കിൽ നിന്നും കൊമ്പേറ്റിമല കോളനിയിലേക്കുള്ള റോഡ് തകർന്നു. തങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡ് ലഭിക്കണമെന്ന ആവശ്യവുമായി സംഘടിക്കാനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഇവിടെ ടാറിംഗ് പോലും ചെയ്യാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. മൺ റോഡിൽ മഴവെള്ളം വീണ് കുഴി രൂപപ്പെട്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതുവഴി ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തെന്നി വീണ് നിരവധി പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. കാൽനട യാത്രക്കാരുടെ വസ്ത്രങ്ങളിൽ അഴുക്കുവെള്ളം തെറിക്കുന്നതും പതിവാണ്. തനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ റോഡിന്റെ സ്ഥിതി ഇതുതന്നെയെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അഭിപ്രായം. ആയ കാലം മുതലേ ഈ റോഡ് ഇങ്ങനെ നടക്കുക. പാർട്ടിക്കാർ ഓരോരുത്തന്മാർ കാശ് വാങ്ങിച്ച് തിന്നുന്ന ഇന്ന് പണിയുന്നത് നാളെ പറയും അപ്പുറത്ത് കുറെ മെറ്റിൽ ഇറക്കിയിട്ടേക്കുന്നു. 5 വട്ടാണ്ട് അളക്കാൻ പോയെന്ന് പറയുന്നത്. ഇനി ഇത് എന്നാ ചെയ്യുന്നത്? ഇതൊരു ശാപം കിട്ടിയ റോഡാടെ. തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ റോഡ് നന്നാക്കും എന്ന വാഗ്ദാനവുമായി രാഷ്ട്രീയക്കാർ എത്തുന്നതല്ലാതെ ഇതുവരെയും ഫലമുണ്ടായില്ലെന്ന് പ്രദേശവാസികളും ആരോപിക്കുന്നു. പ്രദേശവാസികൾക്ക് എന്നും ദുരിതം മാത്രം സമ്മാനിച്ച കൊമ്പേറ്റിമല കോളനി റോഡിനു വേണ്ടി നിരവധി പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മഴക്കാലമായാൽ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കോളനി നിവാസികളോട് അധികൃതർ കാണിക്കുന്നത് അവഹേളനം തന്നെയാണെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പരാതികളല്ലേ ഉള്ളൂ. ഇതെല്ലാം വണ്ടികളൊക്കെ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല, ആട്ടോ ഒന്നും പോകുന്നില്ല. അങ്ങോട്ട് പോയി ഒന്ന് നോക്കണം, മൊത്തം കുഴിയാ. 1 മണിക്കൂർ വേണം 1 മീറ്റർ പോയിട്ട് വരാൻ. ഭരിക്കുന്നത് ഏത് പാർട്ടിയായാലും മെച്ചപ്പെട്ട ഒരു റോഡ് തങ്ങൾക്ക് ലഭിക്കണം എന്ന ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിന് മുന്നിൽ ബൈക്കുകൾ കൂട്ടിമുട്ടി വിദ്യാർത്ഥിക്ക് പരിക്ക്. 4ാം ക്ലാസ് വിദ്യാർത്ഥി അശ്വിനാണ് പരിക്കേറ്റത്. കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിന് സമീപം ബുധനാഴ്ച രാവിലെയാണ് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. പിതാവിനൊപ്പം സ്കൂളിലേക്ക് ബൈക്കിൽ വരികയായിരുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥി അശ്വന്തിനാണ് പരിക്കേറ്റത്. സ്കൂളിന് മുന്നിലെ റോഡിൽ സെക്യൂരിറ്റി നിയമിച്ചിട്ടുണ്ടെങ്കിലും തിരക്ക് നിയന്ത്രിക്കാൻ ഇത് മതിയാകുന്നില്ല. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി രാവിലെയും വൈകിട്ടും പോലീസിനെ ഡ്യൂട്ടിക്കിടാൻ അധികാരികൾ തയ്യാറാകുന്നുമില്ല. സ്കൂളുകൾക്ക് മുന്നിൽ സീബ്ര ലൈൻ നിർബന്ധമാക്കുന്നതിന് പോലും ബന്ധപ്പെട്ടവർ തയ്യാറാകാതെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമ്പോൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുകയാണ് രക്ഷിതാക്കൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ നഗരസഭയും ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയും സംയുക്തമായി ജനമൈത്രി പോലീസ് ഒരു വിജയഗാഥ എന്ന പേരിൽ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 2-ന് പുനലൂർ രാംരാജ് തിയേറ്ററിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പുനലൂർ ജനമൈത്രി സുരക്ഷാ സമിതിയുടെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനവും കേരള സംസ്ഥാന ജനമൈത്രി സുരക്ഷാ പദ്ധതി നോഡൽ ഓഫീസർ ഡോക്ടർ ബി സന്ധ്യ IPSന് സ്വീകരണവും വ്യാഴാഴ്ച വൈകിട്ട് 2 മണിക്ക് രാംരാജ് തിയേറ്ററിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബി സന്ധ്യ IPSന് നഗരസഭ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് 9-ാം തീയതി രാംരാജ് തിയേറ്ററിൽ വെച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മത്തോടുകൂടി നടത്തുന്നത്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ജനമൈത്രി ചെയ്തിട്ടുള്ള ജനോപകാരപ്രദങ്ങളായ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് ഒരു ഡോക്യുമെന്ററി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സംസ്ഥാനതല നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് ബഹുമാന്യ സന്ധ്യ മാഡം ആണ്. ആ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് എടുത്ത ആ CD സന്ധ്യ മാഡത്തിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് നഗരസഭ തീരുമാനമെടുത്തു. അതുകൊണ്ട് 9-ാം തീയതി 2 മണിക്ക് രാംരാജ് തിയേറ്ററിൽ വെച്ച് അവരെ ആദരിക്കൽ ചടങ്ങാണ് അവിടെ നടക്കുന്നത്.
സംസ്ഥാനത്തിനാകെ മാതൃകയായി പല പദ്ധതികളും തുടങ്ങിയ യൂണിറ്റാണ് പുനലൂർ ജനമൈത്രി സുരക്ഷാ സമിതി. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകിയതും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഐഡന്റിറ്റി കാർഡും വയോജനങ്ങൾക്ക് സുരക്ഷാ പ്രിവിലേജ് കാർഡും വിതരണം ചെയ്തു. ലഹരി വിരുദ്ധ പ്രചാരവും ട്രാഫിക് ബോധവൽക്കരണവും സ്കൂൾ, കോളേജ്, സമാന്തര വിദ്യാർത്ഥികൾക്കായി നടത്തിയ പഠന സഹായ മാർഗനിർദ്ദേശങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ട നഗരത്തിൽ അലഞ്ഞുതിരിയുന്നവരെ അഭയകേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും പുനലൂരിലെ ജനജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതും സ്വച്ഛതയുള്ളതുമാക്കി ഇതിനെല്ലാം സഹായിക്കുന്ന സമിതി അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനവും നോഡൽ ഓഫീസർ എന്ന നിലയിൽ ഡോക്ടർ ബി സന്ധ്യ IPSന്റെ സേവനവും മുൻനിർത്തിയാണ് അനുമോദിക്കുന്നത്. അനുമോദന സമ്മേളനത്തിന് മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷത വഹിക്കും. ക്രൈംബ്രാഞ്ച് DYSPയും ജനമൈത്രി പോലീസ് കൊല്ലം ജില്ലാ നോഡൽ ഓഫീസറുമായ അബ്ദുൾ റഷി സ്വാഗതം പറയും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം നിർവഹിക്കും. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ ബി സന്ധ്യ IPS ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യും. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ്, ജില്ലാ പോലീസ് റൂറൽ ചീഫ് മേധാവി S ശശികുമാർ IPS, പുനലൂർ ASP ഡോക്ടർ J ഹിമേന്ദ്രനാഥ് IPS, മുൻ MLAമാരായ പുനലൂർ മധു, PS വാൽ, KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജോസ്, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി അമ്മ, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരോജാദേവി, പുനലൂർ നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ D ദിനേശൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ വസന്തരഞ്ജൻ തുടങ്ങിയവർ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഉറുകുന്ന് പാണ്ഡവൻപാറ ശിവപാർവതി ക്ഷേത്രത്തിലെ മഹാതീർത്ഥാടനത്തിന്റെയും ഹിന്ദുമത സംഗമത്തിന്റെയും സ്വാഗത സംഘം രൂപീകരിച്ചു. ചടങ്ങിൽ ക്ഷേത്രം രക്ഷാധികാരി അഡ്വക്കേറ്റ് K രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ഉറുകുന്ന് പാണ്ഡവൻപാറ ശിവപാർവതി ക്ഷേത്രത്തിലെ മഹാതീർത്ഥാടനത്തിന്റെയും ഹിന്ദുമത സംഗമത്തിന്റെയും സ്വാഗത സംഘം രൂപീകരിച്ചു. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിന് ക്ഷേത്രം രക്ഷാധികാരി അഡ്വക്കേറ്റ് K രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് V സുരേഷ് മോഹനൻ പിള്ള സ്വാഗതം പറഞ്ഞു. 251 അംഗ സ്വാഗത സംഘവും രൂപീകരിച്ചു. സ്വാഗത സംഘം ചെയർമാനായി മനോജ് ഇടത്തുണ്ടിൽ, ജനറൽ കൺവീനർ ജിത്തു നിരപ്പിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ അജീഷ് തോപ്പിൽ, ട്രഷറർ ജോമോൻ നേതാജി എന്നിവരെയും തെരഞ്ഞെടുത്തു. കേരള വിശ്വകർമ്മ സഭ ഡയറക്ടർ ബോർഡ് അംഗം കലഞ്ഞൂർ ബാബുരാജ്, കേരള വിശ്വകർമ്മ സഭ താലൂക്ക് യൂണിയൻ സെക്രട്ടറി KV മുരളീധരൻ, SNDP യൂണിയൻ കൌൺസിലർ S സദാനന്ദൻ, RSS താലൂക്ക് കാര്യവാഹ് PR വിനോദ്, ഭഗവതി ക്ഷേത്രം G ബിജു, ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി പുനലൂർ ഹരി, ഭാരതീയ ജനതാ പാർട്ടി ഇടമൺ റജി, നിയോജക മണ്ഡലം സെക്രട്ടറി MK അർജുനൻ, RSS താലൂക്ക് ശാരീരിക് പ്രമുഖ് വിളക്കുടി രതീഷ്, ക്ഷേത്രം മേൽശാന്തി സോമനാഥൻ പോറ്റി, ക്ഷേത്രം ട്രഷറർ രാജീവ് പുഷ്പമംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ് സൂക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222126. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ,
ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K. മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. കോൺഗ്രസ് പുനലൂർ വെസ്റ്റ് മണ്ഡലം വൈസ് പ്രസിഡന്റായി AK നസീറിനെ തെരഞ്ഞെടുത്തു. KPCC നിർദ്ദേശപ്രകാരം DCC ആണ് AK നസീറിനെ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ 11 വർഷമായി പുനലൂരിലെ പൊതുപ്രവർത്തന രംഗത്തെ നിറഞ്ഞ സാന്നിധ്യമാണ് AK നസീർ. KSU ഭാരവാഹിയായും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്ന AK നസീർ നിരവധി ജനകീയ സമരങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നു. പുനലൂരിലെ നിത്യശാപമായിരുന്ന അറവുമാലിന്യ സംസ്കരണത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ AK നസീർ അക്കാലത്ത് വ്യാപാരികളുടെ കണ്ണിലെ കരടാവുകയും ചെയ്തു. ഒടുവിൽ AK നസീർ ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടം ഫലം കണ്ടു. സ്ലോട്ടർ ഹൌസുകൾ ഇല്ലാതെ ഇറച്ചിവെട്ട് പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ദുർഗന്ധം കാരണം പുനലൂർ പട്ടണത്തിൽ എങ്ങും ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പുനലൂർ ഷൺമുഖദാസ് ഹോസ്പിറ്റലുകളിലെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ കൂട്ടിപ്പോയൊരവസ്ഥയിലും ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാം നിർബന്ധ പ്രകാരമാണ് സത്യത്തിൽ ഈ സ്ലാട്ടർ ഹൗസിന്റെ സമരം ഞാൻ ഏറ്റെടുത്തത്. എന്നാൽ ഇത് സ്ലാട്ടർ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ നിരവധി ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പുനലൂർ നഗരസഭ, ജില്ലാ കളക്ടർ തുടങ്ങിയവർക്കൊന്നും പരാതി കൊടുത്തിട്ട് ഒരു നീതിയും കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 1.25 വർഷത്തോളം കാലം ഈ സമരം പിന്തുടർന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഇത് പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കിട്ടുകയും ഇപ്പോൾ സ്ലാട്ടർ ഹൗസ് പൂട്ടിക്കിടക്കുന്ന അവസരമാണ്. എന്നാൽ പുനലൂർ സ്ലാട്ടർ ഹൗസ് പൂട്ടാതിരിക്കുന്നതിന് പുനലൂർ നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാമെന്ന് ഉള്ള ഒരു ഓപ്ഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പുനലൂർ ശുചിത്വ മിഷൻ, തിരുവനന്തപുരം ശുചിത്വ മിഷൻ പുനലൂർ നഗരസഭയ്ക്ക് 1,25,00,000 രൂപ കൊടുക്കുകയും എന്നാൽ ആ ശുചിത്വ മിഷന്റെ ആ എമൗണ്ട് പോലും പുനലൂർ നഗരസഭയ്ക്ക് നാളെ ഇതുവരെയായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരവസ്ഥയുമാണ്. ഇത് അടിയന്തരമായി തുറന്ന് നൽകി ഇവിടുത്തെ ഇറച്ചിക്കട സ്റ്റാളുകാരെ കുടുംബങ്ങളെയും രക്ഷിക്കേണ്ടത് പുനലൂർ നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരിഞ്ച് പുറകോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും തുടർ സമരങ്ങളും വേണം. AK നസീർ എന്ന പൊതുപ്രവർത്തകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് പുനലൂർ തൂക്കുപാലത്തിന് ശാപമോക്ഷം നൽകാനായത്. AK നസീറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച തൂക്കുപാല സംരക്ഷണ സമിതിയുടെ പിന്നിൽ പുനലൂരിലെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയം മറന്ന് അണിചേർന്നു. ഈ സമരവും ഫലം കണ്ടു. കാട്ടിൽ കിടന്ന തമ്പകം നാട്ടിലെത്തി. ഇപ്പോൾ തൂക്കുപാലത്തിൽ തമ്പകത്തടികൾ പാകുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. ഒരു ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് പുനലൂർ തൂക്കുപാല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്തത്. എന്നാൽ പുനലൂരിലെ ജനങ്ങളുടെ എല്ലാം ഒറ്റക്കെട്ടായ ശ്രമഫലമായി പുനലൂർ തൂക്കുപാലത്തിന് പുനർജീവൻ വീണിരിക്കുകയാണ്. പുനലൂർ തൂക്കുപാലത്തിന്റെ ഏകദേശ പണികൾ പകുതിയോളം കഴിഞ്ഞിരിക്കുന്നു. പുനലൂർ തൂക്കുപാലം ഉടൻ തന്നെ തുറന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പണി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പുനലൂർ തൂക്കുപാല സംരക്ഷണ സമിതി ഇവിടുത്തെ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ന് ഈ തൂക്കുപാലത്തിന് ജീവൻ വെച്ചത്. പുനലൂരിലെ ഗുണനിലവാരമില്ലാത്ത മെഡിക്കൽ ലാബുകൾ ജനങ്ങളുടെ ജീവൻ വെച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കഥ പുറത്തു കൊണ്ടുവന്നതും AK നസീറിന്റെ ശ്രമഫലമായാണ്. വാർത്തകൾ പുറത്തു വന്നതോടെ അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചു. ലാബുകൾ പരിശോധന നടത്തി, ഗുണനിലവാരം ഉറപ്പുവരുത്തി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കണമെന്നും പുതിയ OP കൗണ്ടറുകൾ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് AK നസീറിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് നിവേദനം നൽകിയതും ഫലം കണ്ടു. പുതിയ 4 OP കൗണ്ടറുകളാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തുറന്നത്. റെയിൽവേ പുറമ്പോക്ക് നിവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ആദ്യം ശബ്ദമുയർത്തിയതും AK നസീർ ആയിരുന്നു. തുടർന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കൾ സമരം ഏറ്റെടുത്ത് പിതൃത്വം അവകാശപ്പെട്ടു. കല്ലടയാർ മലിനപ്പെടുന്ന തരത്തിൽ KSRTC ഡിപ്പോയിലെ കംഫർ സ്റ്റേഷനിലെ മാലിന്യം ഒഴുക്കുന്നത് തടഞ്ഞതും പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിനുള്ളിലുള്ള കംഫർ സ്റ്റേഷൻ, ഇതിന്റെ കംഫർ സ്റ്റേഷനിലെ ബാത്റൂം പൊട്ടിയൊടിച്ച് നിരന്തരം കല്ലടയാറ്റിലേക്ക് ഒഴുകുകയും കൂടാതെ രാത്രി കാലങ്ങളിൽ കംഫർ സ്റ്റേഷനിലെ മലമൂത്ര വിസർജനങ്ങളെല്ലാം തന്നെ പമ്പ് ചെയ്ത് കല്ലടയാറ്റിൽ കുടിവെള്ള സ്രോതസ്സായ കല്ലടയാറ്റിലേക്ക് പമ്പ് ചെയ്യുന്ന അവസ്ഥ നിരന്തരമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരം പരാതി നൽകുകയും അവസാനം ഞങ്ങൾ തന്നെ വന്ന് നേരിട്ട് തടയുകയും ഞങ്ങൾ ആ സമരത്തിനും മുൻകൈ എടുത്ത് മുമ്പോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ
ഇത് വളരെ മാന്യമായി പ്രവർത്തിച്ചു പോകും. വെട്ടിപ്പുഴ തോടിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടത്തിയ ശ്രമവും ഫലം കണ്ടു. വെട്ടിപ്പുഴ തോട് കയ്യേറി ഉണ്ടാക്കിയ പ്രമാണം റദ്ദ് ചെയ്യിച്ചതും നസീറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. പുനലൂരിന്റെ നിത്യശാപങ്ങളിലൊന്നായ ഗതാഗതക്കുരുക്കിനെതിരെയുള്ള സമരത്തിന്റെ പിന്നണിയിലാണ് ഇപ്പോൾ AK നസീർ. ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ പ്രശ്നം അവതരിപ്പിച്ചിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരവുമായി നസീർ മുന്നിട്ടിറങ്ങിയത്. പുനലൂർ പട്ടണത്തിൽ കാൽനട യാത്രക്കാർക്ക് സുഗമമായി നടക്കണം എന്നുള്ള ആവശ്യം മുൻനിർത്തിയാണ്. പുനലൂർ പട്ടണത്തിലെ വാഹനങ്ങളിൽ ഇടയിലൂടെ ജനങ്ങൾ വളരെ റിസ്ക് എടുത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് അടിയന്തരമായ പരിഹാരം കാണുന്നതിന് കൊല്ലൂർ നഗരസഭ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് അടുത്ത സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ സമരം വിജയിപ്പിച്ചതുപോലെ പുനലൂരിലെ എല്ലാ നല്ലവരായ ജനങ്ങളുടെയും ശ്രദ്ധ ഞങ്ങളുടെ ഈ സമരത്തിലേക്കും ക്ഷണിക്കുകയാണ്. വ്യാപാരികളെയും വിദ്യാർത്ഥികളെയും ഡ്രൈവർമാരെയും ബോധവൽക്കരിച്ച് ഒപ്പുശേഖരണം നടത്തിയുള്ള ജനകീയ സമരത്തിനാണ് നസീർ തയ്യാറെടുക്കുന്നത്. ഇതുവരെ താൻ നടത്തിയ സമരങ്ങൾ ഫലം കണ്ടതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ യുവനേതാവ്. ഇനിയും ഇത്തരം ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനും അത് ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഫലം ഉളവാക്കാനുമുള്ള ശ്രമത്തിലാണ് AK നസീർ എന്ന പൊതുപ്രവർത്തകൻ. പുനലൂർ സാംസ്കാരിക സമിതി സെക്രട്ടറി, ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, നേതാജി റെസിഡൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം, പാരാലീഗൽ അംഗം എന്നീ നിലകളിലും നസീർ പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിനിടെ +1 വിദ്യാർത്ഥിക്ക് നേരെ റാഗിംഗും മർദ്ദനവും. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിന് മുൻപിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്ക്. 4ാം ക്ലാസ് വിദ്യാർത്ഥി അശ്വിനാണ് പരിക്കേറ്റത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.